ബഹുമാനികൾ, അപ്പോൾ നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിലാണ് ചർച്ച ചെയ്യുന്നത്. തെറുക്കു ഇഫ്തിതാഹിൻ, വജ്ജഹത്തു വേണ്ട, വജ്ജഹത്തു ഇല്ലാത്ത നിസ്കാരമാണ് മയ്യിത്ത് നിസ്കാരം. അപ്പോൾ അത് ഒഴിവാക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ സൂറത്തും ഓതേണ്ടതില്ല. മറ്റുള്ള നിസ്കാരങ്ങളിൽ ഓതേണ്ടതുപോലെ സൂറത്തുകളൊന്നും മയ്യിത്ത് നിസ്കാരത്തിൽ ഇല്ല. അപ്പോൾ അത് ഒഴിവാക്കലും സുന്നത്താണ്. വൽ ഇസ്റാറു ലൈലൻ വനഹാറൻ, പകലിലും രാത്രിയിലും പതുക്കെയാക്കലാണ് മയ്യിത്ത് നിസ്കാരത്തിന് സുന്നത്ത്. ഓത്തൊക്കെ പതുക്കെയാക്കാം. പകലിലുള്ള നിസ്കാരം ളുഹറും അസ്റും നമ്മൾ പതുക്കെയാണല്ലോ ആക്കാറുള്ളത്, ഉറക്കെയാക്കാറില്ല. എന്നതുപോലെ മയ്യിത്ത് നിസ്കാരം രാത്രി മയ്യിത്ത് കൊണ്ടുവന്നാൽ സംശയം ഉണ്ടാവും, ചിലപ്പോൾ രാത്രി എന്താ ഉറക്കെയാക്കാത്ത. അപ്പോൾ രാത്രിയും വേണ്ട പകലും വേണ്ട, അത് പതുക്കെ ആക്കലാണ് സുന്നത്തുള്ളത്. അതിൻ്റെ നമ്മൾ ചൊല്ലുന്ന ഓരോ 4 തക്ബീറുകൾക്ക് ശേഷം ചൊല്ലുന്ന ഫാത്തിഹയും സ്വലാത്തും പ്രാർത്ഥനയും ഒക്കെ പതുക്കെ. ആർക്ക് ഉറക്കെയാക്കാം? എന്തുറക്കെയാക്കാം? ഇല്ലൽ ഇമാമു വൽ മുബല്ലിഗു, ഇമാമിൻ്റെ ശബ്ദം മഅ്മൂമീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മുബല്ലിഗ് മക്കത്തും മദീനത്തൊക്കെ ഉണ്ടാവും. അവർക്ക് ഉണ്ടാക്കും മുറക്കയാക്കാം. ഫയജ്ഹറാനി, 2 പേർക്കും മുറക്കയാക്കാം. ബി തക്ബീറാത്തി, മയ്യിത്ത് നിസ്കാരത്തിൻ്റെ തക്ബീറുകളും വസ്സലാമി, സലാമും. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിലുള്ള 4 തക്ബീറുകൾ ഉണ്ടല്ലോ, ആ 4 തക്ബീറുകൾ ഇമാമിൻ്റെ ശബ്ദം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന മുബല്ലിഗിനും ഉറക്കയാക്കാം അനുമതിയുണ്ട്. അപ്പോൾ അതിന് എന്ത് മനസ്സിലായി? മഅ്മൂമീങ്ങൾ ഈ തക്ബീറുകൾ ഉറക്കെയാക്കണ്ട. നാളെ ഏതോ ഒരു പള്ളിയിൽ മയ്യിത്ത് നിസ്കരിക്കാൻ കൂടിയപ്പണ്ട് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുമ്പോൾ എല്ലാവരും അല്ലാഹു അക്ബർ, ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മഅ്മൂമികൾ അല്ലാഹു അക്ബർ ഇറക്കെ. ഒരു 100 ആൾക്കാരുണ്ട് ഉച്ചക്കോളി, അതിന് മിക്ക ആളുകളും ഉറക്കെയാക്കുക. അപ്പം അത് എന്താണ്? മയ്യിത്ത് നിസ്കാരത്തിനുള്ള തക്ബീറുകളും ഉറക്കെയാക്കണം എന്നാണോ അതിൻ്റെ വിചാരം? അങ്ങനെ ആയിരിക്കും. പെരുന്നാൾ നിസ്കാരത്തിന് എന്തായാലും വേണം ഇമാമ തക്ബീർ കിട്ടുന്നത് പോലെ ഉറക്കെയാക്കണം മഅ്മൂമീങ്ങളും. എന്നതുപോലെ വേണ്ട, മഅ്മൂമീങ്ങൾ പതുക്കെയാണ് ആക്കേണ്ടത്. ഉറക്കെയാക്കേണ്ടവരാരാണെന്നുള്ളത്, എന്തൊക്കെയാണ് ഉറക്കെയാക്കേണ്ടത് നമ്മൾ പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. സ്വലാത്തിൽ കൊണ്ടുവരൽ സുന്നത്താണ്. അഫ്ളലഹ, സ്വലാത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് അതേതാ? വഹിയ അൽ ഇബ്രാഹിമിയ സ്വലാത്താണ്. നമസ്കാരത്തിലൊക്കെ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്താണ് മയ്യിത്ത് നിസ്കാരത്തിൽ കൊണ്ടുവരേണ്ടത്. അത് സുന്നത്താണ്. അതോടൊപ്പം വലമ്മുസ്സലാമി, സലാമിനെയും കൂട്ടണം എന്നാണ്. അത് നമ്മൾ മിക്ക പേരും ചെയ്യാറില്ല. ഒരു സുന്നത്ത് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഏതാണത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ, അങ്ങനെയല്ലേ നമ്മൾ തുടങ്ങുക. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലി, അങ്ങനെ പറയാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, അങ്ങനെയാണ് പോയിക്കോട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഉള്ളിടത്ത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലി, ഒരു സലാമും കൂടി മുത്തുനബിക്ക് കൂട്ടുക, സുന്നത്താണ്. അതോടൊപ്പം നമ്മൾ ചെയ്യാത്തൊരു കാര്യം കൂടിയുണ്ട്. ഏതാ? വൽഹംദു ഖബ്ലഹ, സ്വലാത്തിന്റെ മുമ്പ് ഒരു അൽഹംദുലില്ലാ. അതെന്താ? പ്രാർത്ഥനയുടെ അദബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഹംദു കൊണ്ട് തുടങ്ങണം. അപ്പോൾ ഇവിടെയും വേണത്. അപ്പോൾ എങ്ങനെ പറയാ? ഫയഖൂലു അവ്വലഹ, ആദ്യം പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മനസ്സിലായില്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. അടുത്ത മയ്യിത്ത് നിസ്കാരത്തിൽ നമുക്ക് അങ്ങനെ ചെല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ ശീലിച്ചാൽ മതി, മറ്റൊരു പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. പിന്നെന്ത് വേണം? വദ്ദുആഉ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബഅദഹ, സ്വലാത്ത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ബസ്റ്റായി. അപ്പം എത്ര സുന്നത്തായി നമുക്ക് കിട്ടിയതറിയോ? അപ്പോൾ സ്വലാത്തിൻ്റെ മുമ്പ് സ്വലാത്തിലേക്ക് സലാമിനെയും കൂട്ടുക,
സ്വലാത്തിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക. സ്വലാത്തിന്റെ സമാപനം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് കീപ്പ് ചെയ്ത് ജീവിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രഭാതത്തിൽ ഖൈർ നൽകട്ടെ. നമ്മളെ ഈ ഒരുമിച്ച് കൂടിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഈ രാത്രിയുള്ള വരവ്, ഇരുട്ടും തപ്പിയിട്ടുള്ള വരവ്, അല്ലാഹുവേ സ്വർഗത്തിലേക്കുള്ള പാലം, സിറാത്ത് എന്ന പാലം ഇരുട്ടുള്ളതാണ്. അത് വെളിച്ചത്തോടുകൂടെ നടക്കാൻ അല്ലാഹു നമുക്ക് കഴിവ് നൽകട്ടെ. ആ കഴിവ് നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ബന്ധുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അല്ലാഹു നൽകട്ടെ. അല്ലാഹുവെ, ഞങ്ങളെ പ്രഭാത സമയത്ത് ഞങ്ങളെ പള്ളിയെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ പള്ളിയുടെ തുടക്കം മുതൽ നിന്നോളം വരെ ഈ നിമിഷം വരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. രഹസ്യമായും പരസ്യമായും സഹായിക്കണേ അല്ലാ. ഖബറിൽ കിടക്കുന്ന എല്ലാവർക്കും ഇതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാ. അവർക്കൊക്കെ നീ സുഖജീവിതം ബർസഖിയായ ലോകത്ത് നൽകണേ അല്ലാ. കല്യാണം നിശ്ചയിച്ച് വെച്ചവരും കല്യാണം നടത്തുന്നവരൊക്കെയുണ്ട്. ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. എല്ലാം ഭംഗിയാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം മൂലം ബുദ്ധിമുട്ടി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ അയൽവാസി കുഞ്ഞാപ്പാക്ക ഒരേ കടത്തം കിടക്കുകയാണ്. അല്ലാഹുവേ, നീ കാണണേ അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. ഖൈറ് കൊണ്ട് വിധിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പെട്ടെന്നുള്ളതായ മരണങ്ങളോ പെടുന്നനെയുള്ള രോഗങ്ങളോ ഞങ്ങൾക്ക് ആർക്കും നൽകല്ല അല്ലാ. ഇന്നത്തെ ദിവസത്തിൽ വല്ല അദാബ്, വല്ല ആഫാത്ത്, മുസീബത്ത് ഞങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നീ തട്ടി മാറ്റണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഗൾഫിലും നാട്ടിലുമുള്ള ജോലിക്കാരായ മുഴുവൻ ആളുകൾക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാ. യാ റബ്ബി യാ അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അന്ത്യം ചീത്തയാക്കി മരിപ്പിക്കല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, നീ മഈശത്തിന് നൽകിയ അസ്ബാബുകൾ പലതാണ്. പലരുടെയും ജീവിതമാർഗം വെവ്വേറെയാണ്. എല്ലാത്തിലും നീ ബറക്കാത്തുകൾ ചൊരിയണേ അല്ലാ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയുനാ ഫിദ് ദുനിയ വൽ ആഖിറ തവഫനാ മുസ്ലിമീന വ അൽഹിഖനാ ബിസ്സാലിഹീൻ. വിശുദ്ധ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലെങ്കിൽ ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ മാസത്തിലും അടുത്ത മാസത്തിലും ഞങ്ങൾക്ക് ബറക്കത്ത് ധാരാളം ചൊരിയണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ.